ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഒരു അടിപൊളി മാംഗോ ക്രീം പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നല്ല പഴുത്ത മാംഗോ ഒരു 3 എടുത്ത് മിക്സിയിലിടുക. അതിലൊരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒരു പ്യൂരി ആക്കിയിട്ട് എടുക്കണം. നല്ല എന്താ പറയുക, നന്നായിട്ടൊന്ന് അടിച്ച് അതിന് ഞാൻ കുറച്ച് പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇത് ക്രീം ഇന്നലെ കുനാഫ പപ്സ് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതിന് ബാക്കി വന്നിട്ടുള്ള കുറച്ച് ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അതിലോട്ട് നമ്മുടെ ഈ മാംഗോ പ്യൂരി ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് ക്രീം ഉണ്ടല്ലോ വൈറ്റ്, അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ടേബിൾ സ്പൂണ് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട്. അങ്ങനെ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇതിലോട്ട് വേണ്ടത്, ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു മേരി ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ബിസ്ക്കറ്റും എടുക്കുക, ഈവൻ ബ്രെഡ് എടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ആ ബിസ്ക്കറ്റ് ഇതൊരു പുഡിംഗ് ഡിഷിലോട്ട് അല്ലെങ്കിൽ നിരത്തി വെച്ച് കൊടുക്കുക. ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് അതിൻ്റെ മേലെ കുറച്ച് ഇളം ചൂടുള്ള പാലൊഴിച്ചിട്ട് ബിസ്ക്കറ്റ് ഒന്ന് വെറ്റാൻ വേണ്ടിയിട്ട് പാലൊഴിച്ചിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ മാംഗോ പ്യൂരി ഉണ്ടല്ലോ, പൾപ്പ്, അത് ഇട്ട് കൊടുക്കുക. അതിങ്ങനെ കുറച്ച് ഇട്ടിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഒഴിച്ച് കൊടുക്കുക. ക്രീം ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് ലെവലാക്കി ഒന്ന് സെറ്റാക്കണം. ഫസ്റ്റ് ലെയർ ഒന്ന് സെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ സെക്കൻഡ് ലെയറും ഇതേപോലെ തന്നെ ബിസ്ക്കറ്റ്, പൾപ്പ്, പിന്നെ ക്രീം. വീണ്ടും സെക്കൻഡ് ലെയർ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. ബ്രെഡ് വെച്ചാലും നല്ല ടേസ്റ്റാണ്. മാംഗോക്ക് പകരം നിങ്ങൾക്ക് സ്ട്രോബെറിയോ അല്ലെങ്കിൽ വേറെ പൈനാപ്പിളോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. വീണ്ടും പാലൊഴിച്ചിട്ട് ഒന്ന് വെറ്റതിന് ശേഷം ക്രീമും, ആദ്യം പൾപ്പ്, പിന്നെ മേലെ വീണ്ടും ക്രീം ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ക്രീമും എല്ലാം ഇതിലോട്ട് ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് ലെവലാക്കി ഒന്ന് സെറ്റാകാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുക. ഇത് നന്നായിട്ട് തണുക്കണം. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാനിത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇതിപ്പോൾ പിറ്റേന്ന് എടുത്തിട്ടുണ്ടായേ, നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇതിപ്പോൾ ഞാനിങ്ങനെ എന്തെല്ലോ ഡെക്കറേഷൻ ചെയ്യുന്നതാട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ മേലെ മാംഗോൻ്റെ പീസും ഒരു പുതിനയില മിൻറ്റ് ലീഫ് ഉണ്ടല്ലോ അതെല്ലാം വെച്ചിട്ട് ഒന്ന് മൊഞ്ചാക്കിയെടുക്കാം. ഭയങ്കര ഈസിയാണ്. എന്തായാലും എല്ലാവരും എന്താ പറയുക റെഡിയാക്കി നോക്കുക. ഈ ചൂടിലെല്ലാം കഴിക്കാൻ പറ്റുക. നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.